സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. 2025-26 കാലയളവിലെ കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി താലോലം. പദ്ധതിയുടെ പേര് താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ബോർഡറ്റെല്ല പെർട്ടുസിസ് ആണ്. ബോർഡറ്റെല്ല പെർട്ടുസിസ്. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിനാണ് വേരിസെല്ല വാക്സിൻ. വേരിസെല്ല വാക്സിൻ ചിക്കൻ പോക്സിന്റെ പ്രതിരോധ വാക്സിൻ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃത് ആണ്. ഓപ്പറേഷൻ അമൃത്. അടുത്ത ചോദ്യം, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏത്? വയോമിത്രമാണ്. വയോമിത്രം. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ചിക്കൻ പോക്സ് ആണ്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ജീവകം B12 അപര്യാപ്തത പെർനീഷ്യസ് അനീമിയ ആണ്. പെർനീഷ്യസ് അനീമിയ. ജീവകം B12. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്യോഷിയോക്കർ ആണ്. മാംസ്യത്തിന്റെ കുറവ് മൂലം, പ്രോട്ടീനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്യോഷിയോക്കർ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏത്? എന്താണ്? കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏത്? ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് JJ തോംസൺ കണ്ടെത്തിയത്? JJ തോംസൺ എന്താണ് കണ്ടെത്തിയത്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം കൽക്കരിയാണ്. കൽക്കരി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏത്? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ കോളി ബാക്ടീരിയയാണ്. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ VK മോഹൻ കമ്മീഷനാണ്. VK മോഹൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാടാണ്. വയനാട് ജില്ലയാണ് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? 1949 ജൂലൈ 1 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്?
രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ കലാരൂപം ഏത് എന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ കേരളീയ കലാരൂപം. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണൻ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏത്? ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ല. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? വരയാടിനെ സംരക്ഷിക്കുവാനായിട്ട് പ്രോജക്റ്റ് നീലഗിരി താർ ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. വിദ്യാവാഹൻ. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവ്ലിൻ ആണ്. ജാവ്ലിൻ. കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിൽ കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ആരാണ്? ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് എവിടെയാണ്? മദ്രാസിലാണ്. മദ്രാസിലാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്. മദ്രാസ്. അടുത്ത ചോദ്യം, 1913 തുടങ്ങിയ ഖദർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1913 തുടങ്ങിയ ഖദർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ലാല ഹർദയാൽ ആണ്. ഖദർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ലാല ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? മറാത്ത. ഏതാണ്? മറാത്ത. ആരുടേതാണ്? ബാലഗംഗാധർ തിലകിന്റെ ജേണലാണ് മറാത്ത. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് ലിൻലിത്ഗോ. ലോർഡ് ലിൻലിത്ഗോ ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ്. PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്കാണ് PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നുമാണ് കടമെടുത്തത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? 30 വയസ്സാണ്. 30 വയസ്സ്.
ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമല്ലാത്ത ആൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 25 എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 25. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം? രണ്ടാം ബർദോളി പയ്യന്നൂരാണ്. പയ്യന്നൂർ. രണ്ടാം ബർദോളി പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്. ഗാന്ധിജി. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് വിളിച്ചത് ആരാണ്? വിഡ്ഢികളുടെ പറുദീസ എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ്. കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? അന്തരീക്ഷ പാളികളിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ട്രോപ്പോസ്ഫിയറിനാണ്. സാന്ദ്രത കൂടിയത് ട്രോപ്പോസ്ഫിയർ. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥ? സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥ ഒഡീഷയിലെ ഭിട്ടാർ ഗണികയാണ്. ഒഡീഷയിലെ ഭിട്ടാർ ഗണിക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗാലാൻഡിലാണ്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണ ക്രമം താഴെ പറയുന്നവയിൽ നിന്നും തിരിച്ചറിയുക. നെൽകൃഷി. ഉത്തരം ഓപ്ഷൻ സി ആണ്. കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. കോട്ടയം. ആരോഹണ ക്രമമാണ് കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. ടെഫ്ര. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും അറിയപ്പെടുന്നത് ടെഫ്ര. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ? കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. സിറോസിസ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്? ഏതാണ് ദൗത്യം? ആർദ്രമാണ്. ആർദ്രം. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ പദ്ധതി ആരംഭിച്ചത്. പദ്ധതി ഏതാണ്? ആർദ്രം. പദ്ധതിയുടെ പേര് ആർദ്രം. ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്ന്?
ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? തന്നിരിക്കുന്നു. തജാക്കിസ്ഥാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. കരാതിർത്തി പങ്കിടാത്തത് തജാക്കിസ്ഥാനാണ്. ഓപ്ഷൻ എ. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഷിപ്കില ചുരമാണ്. ഷിപ്കില ചുരം. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല സുന്ദർഗഡ് ആണ്. സുന്ദർഗഡ് എവിടെയാണ്? ഒഡീഷയിൽ. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം NW3 കേരളത്തിലാണ്. കേരളം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ബട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ബട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146 ആണ്. 146. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ് സമാചാർ. സുലഭ് സമാചാർ. താഴെ തന്നിരിക്കുന്നവയിൽ റാബിവിള അല്ലാത്തത് ഏതാണ്? പരുത്തിയാണ്. പരുത്തി. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് D.K. കാർവെ. ഓപ്ഷൻ സി. D.K. കാർവെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആര്? ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷ പത്ര നിയമം നിലവിൽ വന്ന വർഷം. പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് 1878 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തേത്
1950 മുതൽ 52, 1951, 52 തെരഞ്ഞെടുപ്പാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത്. 1951, 52 തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? ഏതാണ് ഉത്തരം വരുന്നത്? 51A ആണ്. 51A. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് പൊതുവേദിയിൽ പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് ഏത് സമ്മേളനത്തിലാണ്? 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. 1896 കൊൽക്കത്ത സമ്മേളനം. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 16ാം വകുപ്പാണ്. 16ാം വകുപ്പ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. മംഗളവനം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഇവിടെ തന്നിരിക്കുന്നു. 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമ ലംഘന സമരം, 1936 ഇലക്ട്രിസിറ്റി സമരം. മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് ഇലക്ട്രിസിറ്റി സമരമാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം. 1932 നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ആര്? നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. NV ജോസഫ്, K കേളപ്പൻ, PK കുഞ്ഞ്, C കേശവൻ. നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ആർക്കാണ്? K കേളപ്പനാണ്. K കേളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത്? വടകരയാണ്. വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ T പ്രകാശൻ. T പ്രകാശൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ്. ഓപ്ഷൻ സി, വില്യം കീലിംഗ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന? റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN ആണ്. IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വെച്ച് വേവിക്കണമെന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കുവാനാണ്? വിറ്റാമിൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വിറ്റാമിൻ സി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.